ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 148 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. നാം ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവാൻ മോശ മുഖാന്തരം പല ബാധകൾ അയച്ചു. ബാധകൾ അയക്കുമ്പോഴൊക്കെ ഫറവോൻ പറയുന്നൊരു കാര്യമാണ് വിട്ടയക്കാം. എന്നാൽ പ്രാർത്ഥിച്ചു ബാധ മാറ്റി കഴിയുമ്പോൾ അവൻ വ്യാജം പറഞ്ഞ് വാക്കുമാറ്റി അവന്റെ ഹൃദയം കഠിനമാക്കുന്നു. നാം ഇപ്പോൾ 7ാമത്തെ ബാധയെ പറ്റിയാ പഠിക്കുന്നത്. 7ാമത്തേത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കൽമഴ, അത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ. അവർക്ക് അവരുടെ ഓരോ കാര്യങ്ങൾക്കും അവർക്ക് ദൈവങ്ങളുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. ആകാശത്തെ പരിപാലിക്കുന്ന ഒരു ദേവിയുണ്ട്, ആകാശ രാജ്ഞി എന്നാണ്. അതിന് അവരുടെ ഭാഷയിൽ അവർ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് നട്ട് എന്നാണ്. അത് ആകാശത്തിലെ നിന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സംരക്ഷണം നൽകുന്ന ദേവിയായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് അവരെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മോശ എന്ന ഫറവോനോട് എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയച്ചില്ലെങ്കിൽ അതികഠിനമായ കൽമഴ നാളെ ഈ ദേശത്തെ പെയ്യിക്കും. 23-ാമത്തെ വാക്യം. ഇനിയും കൽമഴ മാത്രമല്ല, അതിലൂടെ തീയും ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഫറവോൻ അത്ര വില കൊടുത്തില്ല. മിസ്രയീം ദേശത്തെ എല്ലായിടത്തും മനുഷ്യരും മൃഗങ്ങളുമുള്ള സ്ഥലത്തെ കൽമഴ തീയും കൂടെ അവിടെ പറഞ്ഞ പാഞ്ഞു വന്നു എന്നാ പറയുന്നത്. അവിടെ ഒരു കൂട്ടം മിസ്രൈമ്യരും അവരുടെ വീടുകളും അവരുടെ മൃഗസമ്പത്തും ഈ ന്യായവിധി കൊണ്ട് ചാകാൻ തുടങ്ങി. ഫറവോൻ ഉടനെ മോശയെ വിളിച്ചു. കാരണം ഓരോരോ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യം ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ആവശ്യപ്പെടുന്നത് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലാണ്. മോശയെ വിളിച്ചു, പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. ഈ ഫറവോനെ സംബന്ധിച്ച് വ്യാജം മാത്രം പറയുന്നവനും ഇതുപോലെ വാക്കുമാറ്റുന്ന ഒരു ഭരണാധികാരി ലോകത്തിലുണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ദൈവം ഇസ്രായേൽ മക്കളോട് ഈ മിസ്രൈമിൽ കാണിച്ച എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾക്കും അവരെ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾക്കൊക്കെ ദൈവം
10 ബാധയെ ക്രമീകരിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവജനത്തെ രാഷ്ട്രങ്ങളോ ഏതു വകുപ്പിൽപ്പെട്ടവരായിരുന്നാലും ഉപദ്രവിച്ചാൽ ഉടനെ ദൈവം കൈനീട്ടി ശത്രുവിനെ സംഹരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ശത്രുവിനും കൂടെ മനസ്സിലാകണം ദൈവം ആരാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരല്പസമയം കൂടെ നീട്ടിക്കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അല്ല, അതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ അവരുടെ മേലുള്ള ശിക്ഷ ദൈവം എത്രമാത്രം ശിക്ഷിക്കാൻ തീരുമാനിച്ചുവോ ആ ശിക്ഷ മുഴുവനും അവരേറ്റുവാങ്ങേണ്ട അവസ്ഥ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഉടനെ പ്രതികാരത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട. ദൈവം ദൈവമാണെന്ന് വെളിപ്പെടുത്തിയിട്ട് ദൈവം ന്യായവിധിയുടെ കരം നീട്ടുകയുള്ളൂ എന്ന് ഓർക്കണം. ഫറവോൻ മോശയെ വിളിച്ചു. ഫറവോനും അറിയാം ഈ കൽമഴയും ഈ തീയും ഒക്കെ നിൽക്കണമെങ്കിൽ മോശയ്ക്ക് ഒരു അധികാരമുണ്ട്, തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പവറുണ്ട്. എനിക്കൊരു ആത്മീയ കാര്യം കൂടെ പറയാനുള്ളത്, പ്രാർത്ഥന ഒട്ടും കുറയ്ക്കല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പവറാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് പകരം വേറെ ഒന്നുമില്ല. അവിടെ വന്ന് മോശ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ആ സമയം കൽമഴ മാറി അവിടെ ശാന്തമായി. ഫറവോൻ ജനത്തെ വിട്ടയക്കുകയില്ല എന്നും വിളിച്ചു പറഞ്ഞു. ഈ ഫറവോൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യം കൂടെയുണ്ട്. ഇനിയും വേറൊരു ബാധ ഉണ്ടാകത്തില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാറ്റിനും അവസാനമായി, ഇനി അടുത്തൊരു ബാധ ഉണ്ടാകുകയില്ല എന്നുള്ള കണക്കൂട്ടിലാണ് ഈ ഫറവോൻ മോശയോട് പറയുന്നത്, എൻ്റെ ജനത്തെ ഞാൻ വിട്ടയക്കയില്ല, മിസ്രൈമിൽ അവരെ എനിക്ക് ആവശ്യമുണ്ട്. 10 ബാധകൾ അവർ അനുഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവജനത്തെ ആരെല്ലാം പീഡിപ്പിച്ചാലും അതിന് ശിക്ഷ ഉണ്ടെന്ന് മാത്രമല്ല, ദൈവം അവിടെ ഉണർവിൻ്റെ കാറ്റും കൂടെ അയക്കും. ലോക ചരിത്രത്തിൻ്റെ സംഭവങ്ങൾ നോക്കിയാൽ എവിടെല്ലാം ദൈവജനത്തെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തിയോടെ ദൈവത്തിൻ്റെ ജനം, ദൈവസഭ വളർന്നിട്ടുണ്ട്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊള്ളുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭാരതം യേശുവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവേ വേഗത്തിലായിരിക്കുന്നു. നാം പോകുവാൻ തയ്യാറാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.